സിജോ ബി ജോൺ. സിജോ, എന്താണ് പെട്ടെന്നുള്ളൊരു മിന്നൽ റെയ്ഡിന്റെ സാഹചര്യം? ഈ ബാങ്കുമായി ബന്ധപ്പെട്ട ഇടപാടുകളിൽ അന്വേഷണം നടത്തിയിരുന്നു. സഹകരണ വകുപ്പ് നടത്തിയ അന്വേഷണത്തിൽ ഗുരുതരമായ ക്രമക്കേടാണ് കണ്ടെത്തിയിരുന്നത്. ഇതിന് പിന്നാലെയാണ് ഇഡിയും ഇപ്പോൾ അന്വേഷണമായി രംഗത്തെത്തിയിരിക്കുന്നത്. നേമത്തെ സഹകരണ ബാങ്കിന്റെ പ്രധാന ഓഫീസിൽ ക്വാർട്ടേഴ്സിലാണ് ഇപ്പോൾ സംഘം എത്തിയിരിക്കുന്നത്. കൊച്ചിയിൽ നിന്നുള്ള സംഘമാണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് രേഖകളും കാര്യങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥരുടെ മൊഴിയും രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഭരണസമിതി അംഗങ്ങൾ, മുൻ ഭരണസമിതി അംഗങ്ങളുടെ വീടുകളിലും ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ നടക്കുന്നുവെന്നാണ് നമുക്ക് മനസ്സിലാകുന്ന വിവരം. എന്തായാലും 250-250ഓളം നിക്ഷേപകരോ വഞ്ചിക്കപ്പെട്ട ആണ് ഈ സ്ഥലത്ത്. അത് പ്രധാനമായും ചൂണ്ടിക്കാണിച്ചിരുന്നത് ഈ ഭരണസമിതി അംഗങ്ങൾ പലരും ഈ അവർക്ക് പരിചയമുള്ള ആളുകൾക്ക് ലോൺ കൊടുത്തു. അതിൽ കൃത്യമായ രീതിയിലുള്ള രേഖകളോ ഈടൊന്നും വാങ്ങാതെയാണ് കൊടുക്കുകയും ചെയ്തിരുന്നത്. അതോടൊപ്പം തന്നെ മുൻ ബോർഡ് ഇതിന്റെ ഈ സ്ഥാപനത്തിലെ സെക്രട്ടറിമാരും അവർ സ്വന്തം നിലയ്ക്ക് പല ആളുകൾക്കും പണം കൊടുക്കുകയും ചെയ്തു എന്നാണ് കണ്ടെത്തുകയും ചെയ്തിരുന്നത്. അത്തരത്തിൽ വലിയ നഷ്ടമാണ് ഈ ബാങ്കിന് വരുത്തി വെച്ചത്. ആ ഒരു സാഹചര്യത്തിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട കേസുകൾ രജിസ്റ്റർ ചെയ്യുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇഡിയും പരിശോധനയ്ക്ക് എത്തിയിരിക്കുന്നത്. നേമം സഹകരണ ബാങ്കിലെ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടാണ് ഇഡിയുടെ അപ്രതീക്ഷിത പരിശോധന.